ഒരു പക്ഷേ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാമായിരുന്നു, കഴിഞ്ഞ 5 ദിവസം ഞാനൊരു യാത്രയിലായിരുന്നു. യാത്ര ഇതാ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. കണക്റ്റിക്കുട്ട് 5000 കിലോമീറ്റർ 5 ദിവസം കൊണ്ട് ഓടിച്ചെത്തിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വ്യവഹാര കേന്ദ്രത്തിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ തീരുമാനമെടുത്തു ഒരു വീഡിയോ ചെയ്യണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തു. ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രതിപാദിക്കുന്ന വിഷയം വിമർശനങ്ങൾ. നിങ്ങൾ വളരെ വൈകാരികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു വൈകാരിക ജീവിയാണെങ്കിൽ വിമർശിച്ചു കഴിഞ്ഞാൽ, വ്യക്തിപരമായിട്ട് വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ദുഃഖം തോന്നുന്ന അവസരങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾ അവഹേളിച്ചതാവാം, അതല്ലെങ്കിൽ നിങ്ങളെന്ന സമൂഹത്തെ. ഇപ്പം ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ, ഇപ്പം ഞാനായാലും മിഥുനായാലും അമേരിക്കയിൽ വരുമ്പോൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ഇന്ത്യക്കാരൻ, ആദ്യമായിട്ട് ഇന്ത്യക്കാരൻ. അപ്പോൾ ഇന്ത്യക്കാരെ പറ്റി അവഹേളിക്കുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് അവർ ഈ അസൂയാലുക്കളുണ്ട്. നമ്മളുടെ തൊഴിൽ കൊണ്ടുപോകുന്നുവെന്ന് വിമർശിക്കുന്നവരുണ്ട്. അവരുടെ ജോലികൾ കൊണ്ടുപോകുന്നു, അവർ സ്മാർട്ടായതുകൊണ്ട് അസൂയാലുക്കളും അങ്ങനെയുള്ള ഈ കാര്യങ്ങളിൽ. ഇനി മതപരമായിട്ട് അല്ലെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒക്കെ വിമർശിക്കുന്ന ആൾക്കാർ നമ്മുടെ ലോകത്തിലും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടെ അവകാശമാണ്. വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്നതിലും കൂടുതലാണ് നല്ലതാണ് മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭാഷയുടെ പേരിൽ. ഞാനൊരു മലയാളി ആണ്, ക്രിസ്ത്യാനിയാണ്, അതിൻ്റെ പേരിൽ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്, നീ കത്തോലിക്കനല്ലടാ, നീ മലയാളി അല്ലടാ എന്നൊക്കെ, ഇതും അല്ലെങ്കിൽ നീ ക്രിസ്ത്യാനി അല്ലടാ എന്നുള്ള വിമർശനങ്ങളൊക്കെ പലപ്പോഴും ഏറ്റുവാങ്ങുന്നതാണ്. അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒന്നും സംഭവിക്കാനില്ല. കാരണം ഞാനെന്ന വ്യക്തി ഒരു ഇൻഡിവിജ്വലാണ്. എന്നെ ഇപ്പം നമ്മൾ അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോ അല്ലെങ്കിൽ കാലിഫോർണിയ ഭാഗത്തൊക്കെ ഒരു ലിബറൽ ചിന്താഗതിയാണ്. അവരൊരു കാലഘട്ടത്തിൽ ഈ ക്രിസ്ത്യൻ വിശ്വാസത്തെ, ഇവിടെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻ വിശ്വാസികളാണ്, എന്നിരുന്നാൽ കൂടി ക്രിസ്ത്യൻ വിശ്വാസത്തെ എടുത്തിട്ടടിച്ചിട്ടുണ്ട്. ഹിപ്പികൾ എന്ന് പറയും. സാൻ ഫ്രാൻസിസ്കോ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹിപ്പികൾ എന്ന് പറയും. അവർ വെറുതെ യേശു ക്രിസ്തുവിനെ, ഇപ്പം നിങ്ങൾ യൂട്യൂബ് തുറന്നു നോക്കിയാൽ കാണാം, ഈ യേശു ക്രിസ്തുവിനെയും അതുമായ മതപരമായ വിശ്വാസങ്ങളെയും എടുത്തെടുത്തടിക്കുക. കാരണം അവർക്കൊരു പ്രകോപനം ഉണ്ടാകണം, സാത്താനിക ചിന്തകളിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസികൾ പറയുന്ന ഇതേയും. പക്ഷെ സായിപ്പ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർക്ക് ചെവി കൊടുത്തില്ല. ഈ വിമർശകർ അവർക്ക് അവഹേളിക്കാൻ എന്ന പേരിൽ ജസ്റ്റ് ഫോർ ഇതിന് വേണ്ടിയിട്ട് അവഹേളിക്കുകയാണ്. അവർക്ക് വേറൊരു പ്രയോജനം കിട്ടിയിട്ടല്ല, നിങ്ങൾ തെറ്റാണ് അതാണെന്ന് പറയാം. നിങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസം തെറ്റാണ്, എവിടെ നിന്നാടോ 2000 വർഷം മുമ്പ് ആരാടോ ജീവിച്ചത്, തെളിവുണ്ടോടോ എന്നൊക്കെ ചോദിക്കുക. അത് വിമർശനം. അതല്ലാണ്ട് അവഹേളനമുണ്ട്. അവഹേളിക്കാൻ വേണ്ടി ക്രിസ്തീയ വിശ്വാസത്തെ, പ്രത്യേകിച്ച് കാലിഫോർണിയ പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ വെറുതെ അവഹേളിക്കും. എടുത്ത് യേശു ക്രിസ്തുവിനെയും അവഹേളിക്കും. സായിപ്പ് എന്ത് ചെയ്തു? ചിരിച്ചു, കാണിച്ചു. ചില മതവിശ്വാസങ്ങളുടെ പോലെ കൊല്ലാം, നമുക്ക് നമ്മളെ വിമർശിച്ചു അങ്ങോട്ട് കൊന്നേക്കാം എന്നുള്ള പരിപാടിയല്ല. ചിരിച്ചു, അതിനെക്കുറിച്ച് ഇത് ചെയ്തു, ഓക്കെ താങ്ക് യു എന്നുള്ളൊരു. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിയും പോസിറ്റീവ് പബ്ലിസിറ്റിയാണ് എന്നുള്ളത് ഈ മണ്ടന്മാർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ അവഹേളനം. പക്ഷെ വിമർശനം വേറെയാണ്. വിമർശനം ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ്. അപ്പം ഞാനും ഇതിനും ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഈ വിമർശനത്തെക്കുറിച്ചാണ് ഞങ്ങളിന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ വ്യക്തിപരമായിട്ട് ആദ്യം എൻ്റെ ഭാഗം പറഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരിക്കും പല മതവിഭാഗങ്ങളെയും. അതിപ്പോൾ ഇസ്ലാം മതവിഭാഗത്തെ കണ്ടമാനം വിമർശിച്ചിട്ടുണ്ട് ഞാൻ. കാരണം എനിക്ക് കാരണമുണ്ട്. ഞാൻ കാരണമില്ലാതെ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാം. ഇസ്ലാം മതവിശ്വാസത്തെ ഞാൻ വളരെ രൂക്ഷമായിട്ട് ഇതുണ്ട് എന്ന് വിചാരിച്ച് എനിക്ക് ഇസ്ലാമിക സഹോദരങ്ങളില്ല എന്നാണോ വിചാരം? എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളും എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തന്നിരിക്കുന്ന ഇസ്ലാമിക സഹോദരങ്ങളാണ്. അത്തരം വ്യക്തിബന്ധം ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. പണ്ടൊരിക്കൽ മഹാത്മാഗാന്ധി പറഞ്ഞ മാതിരി, നിങ്ങൾ പാപത്തെ വെറുക്കുക, പാപിയെ വെറുക്കരുത്. പാപത്തെ ഇതിനെ വെറുക്കുക, വ്യക്തികളോടല്ല നമ്മളുടെ വിമർശനം. സാമുദായിക സംഘടനകളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ നേതാക്കന്മാർ, ചാനലുകൾ, മാധ്യമങ്ങൾ ഒക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ വ്യക്തികളോട് എനിക്ക് എന്തെങ്കിലും വിരോധമുണ്ട് എന്നല്ല അതിനർത്ഥം.
അപ്പോൾ വിമർശിക്കാൻ ഞാൻ കള്ളപ്പാതിരിമാരെ വിമർശിച്ചിട്ടുണ്ട്, പാസ്റ്റർമാരെ വിമർശിച്ചിട്ടുണ്ട്, സംഘമിത്രങ്ങളെ സംഘികളെ വിമർശിച്ചിട്ടുണ്ട്, ക്രിസ്സംഖ്യകളെ വിമർശിച്ചിട്ടുണ്ട്, ഇനിയും വിമർശിക്കും. അത് വ്യക്തികളോടുള്ള ഒരു വ്യക്തിവിരോധമായിട്ടല്ല അതിനെ നമ്മൾ കാണേണ്ടത്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മിഥുന് എന്തൊക്കെയോ അനുഭവങ്ങളുള്ളതിൻ്റെ അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മിഥുനോട് ചോദിച്ചറിയാം എന്താണ് അദ്ദേഹത്തിന് ഇതിന് ഉള്ള ഒരു ഇതെന്ന്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വിമർശന വീഡിയോ നടത്തിയിരുന്നു. അതിൽ കുറേ ആളുകൾ എന്നെ പഞ്ഞിക്കിട്ടു. ഞാനിപ്പോൾ തീരുമാനിച്ചു ഇനി വിമർശിക്കാനേ പോകുന്നില്ല. കാരണം അത് താങ്കൾ ചെയ്യുന്നത് അതൊരു വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ അത് ആ ഒരു അവഹേളനാവരുത്. ഞാൻ നേരത്തെ പറഞ്ഞ വിവരം അവഹേളിക്കൽ വേറെ. അതായത് നമ്മൾ ചെയ്ത വീഡിയോ സാറ് കണ്ടു അവഹേളനം തോന്നിയിരുന്നു സാറിന്? അല്ല, അത് വിമർശനായ മാത്രമായിരുന്നു. അതായത് അതിന്റെ സാമൂഹിക വിഷയങ്ങളായിരുന്നു താങ്കൾ കൈകാര്യം ചെയ്തത്. അതായത് വിമർശിക്കുമ്പോൾ പൊളിഞ്ഞു പോകുന്നതാണ് നിങ്ങളുടെ മതവിശ്വാസമെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന് എന്തോ വലിയ പ്രശ്നമുണ്ട്. വിമർശിച്ചാല് പൊളിഞ്ഞു പോകുന്നതാണ്. ദൈവമായാലും വിശ്വാസ പ്രമാണമായാലും സമൂഹമായാലും ഭാഷയായാലും ജാതി ആയാലും. ഞാൻ വിമർശിച്ചിരിക്കുന്നത് ഒരു മതത്തെയോ അല്ലെങ്കിൽ ദൈവത്തെയോ ഒന്നുമല്ല, ഒരു പ്രത്യേക വിഭാഗം ആളുകളെയാണ്, പ്രത്യേകം ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന ആളുകളെയാണ്. അതിന്റെ കൂടുതൽ പറയാൻ സാധിക്കില്ല, കാരണം ഇനി എന്നെ പഞ്ഞിക്കിട്ട് അല്ല, അത് സ്വാഭാവികമായിട്ടും നമുക്ക് എപ്പോഴും എല്ലാ ഇതിലും അവർക്കും അവകാശങ്ങളുണ്ട്. അവരുടെ അവകാശം പറയാ എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് മീഡിയ. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുള്ളത് നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം എന്നും നമ്മളിലുണ്ട്. ആ ഫ്രീഡം, സംസാര സ്വാതന്ത്ര്യം എന്ന് പറയും. അതെപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് നമ്മൾ വിമർശിക്കും. അതായത് ഞാൻ ഈ പണിക്കിറങ്ങിയത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ ഞാൻ നിർത്താണെന്ന് പറഞ്ഞ് ഇറങ്ങി പോകാനല്ല. നമ്മൾ പറയാനാ തുടങ്ങിയത്. പറയാനുള്ളത് പറഞ്ഞിട്ടേ നമ്മൾ പണ്ടാരം കണ്ട് പറഞ്ഞാൽ പറയാനുള്ളത് പറഞ്ഞിട്ടേ നമ്മൾ പിൻവാങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ വിമർശിക്കുകയാണ്. നിങ്ങളെ വ്യക്തിപരമായിട്ടല്ല വിമർശിക്കുന്നത്. അപ്പം ആ വിമർശനത്തെ ഒരു പോസിറ്റീവായിട്ട് എടുക്കണം എന്നുള്ളൊരു അപേക്ഷയുണ്ട്. നിങ്ങളോട് വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള കാര്യം അല്ലേ.